ഈ പാട്ട്, സംഗീതം, ഇതെല്ലാം ബ്രാഹ്മണരുടെ കയ്യിലാണ്. ഒരിടത്ത് പറയുന്നത് ശരിയാണോ എന്നറിയില്ല, ഇപ്പോൾ അത് കുറച്ച് കാലഹരണപ്പെട്ടിരിക്കുകയാണ്. അരുന്ധതി റോയ്ക്ക് കിട്ടിയ ഒരു അവാർഡ്. അവർ 4 കോടി രൂപയുടെ ഒരു അവാർഡ് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ത്യയിൽ ലോകത്ത് മുഴുവൻ ഒരു വലിയ ബുദ്ധിജീവിയാകുകയും എന്തും പറയാമെന്നും ചില അവാർഡുകൾ കൊടുത്ത് ഇവരെ കുരുക്കിയിട്ടിട്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഈ ജി കുമാരപിള്ള സാറ് വളരെ രസികനായിരുന്നു പെരുമാറ്റത്തിൽ, സംസാരത്തിലൊക്കെ ഒരുപാട് തമാശകളൊക്കെ പൊട്ടിക്കുന്ന ആൾ. തമാശ കവിതകൾ എഴുതുമായിരുന്നു അദ്ദേഹം. പക്ഷേ സീരിയസ് കവിതകളുടെ ഒരു ഉസ്താദുമായിരുന്നു. വളരെ ഹൃദയദ്രവീകരണ ശക്തിയുള്ള വാക്കുകൾ. അതാണ് ഈ ഉത്തരായനത്തിലെ ഈ പാട്ട്. ഈ കുമാരപിള്ള സാർ എൻ്റെ ഫാദറിൻലോ, എൻ്റെ വൈഫിൻ്റെ അച്ഛനും തമ്മിൽ സൗഹൃദം ഉണ്ടായിരുന്നു. ഇവർ മദ്യനിരോധന പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരൊക്കെ ആയിരുന്നു. അങ്ങനെ എൻ്റെ ഫാദറിൻലോ മദ്യനിരോധന സമിതിയുടെ ജനറൽ സെക്രട്ടറിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ പുള്ളി വീട്ടിൽ വരും, അങ്ങനെ അത് കണ്ടുപരിചയപ്പെട്ട് പിന്നെ ഇവരുടെ മീറ്റിങ്ങുകളിലൊക്കെ വെച്ച് കണ്ടുപരിചയപ്പെട്ട് ഞങ്ങൾ തമ്മിൽ ഒരു നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. കുഴപ്പമില്ലാത്തൊരു ബന്ധം കുമാരപിള്ള സാറുമായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ പാട്ടിനെ പറ്റിയാണ് പറഞ്ഞു വന്നത്. ഇപ്പോൾ പാട്ടിൽ കുറേ അധികം പ്രശ്നങ്ങൾ വരുന്നു. കേരളത്തിലല്ല, കൂടുതലും തമിഴ്നാട്ടിലാണിപ്പോൾ. അത് വാസ്തവത്തിൽ എനിക്കൊരു സങ്കടവും തോന്നി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകാരനാണ് PB ശ്രീനിവാസ്. മലയാളികൾ മറന്നു തുടങ്ങിയപ്പോൾ മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്തൊക്കെ പാടിയ ആൾ വേറെ ഉണ്ട്. മാമലകൾക്കപ്പുറത്ത് അങ്ങനെ ഈ മാമലകൾക്കപ്പുറത്ത് കൂടുതൽ പോപ്പുലറായി. എന്താണെന്ന് വെച്ചാൽ പണ്ട് റേഡിയോയിൽ നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങളൊക്കെ വരില്ലേ, അപ്പം 56 APO ആർമി പോസ്റ്റ് ഓഫീസ് APO, 99 APO. ഇതെന്താണ് ഈ 56ഉം 99ൻ്റെ പ്രസക്തി എന്നൊന്നും അറിയില്ല. പക്ഷേ അവിടുന്ന് ഒത്തിരി പേര് ഈ പാട്ട് ആവശ്യപ്പെട്ടത്. ഇതിലല്ലേ 56 APO 99 APO പട്ടാളക്കാർക്ക് അന്നത്തെ ഒരു പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാൽ അവരാണല്ലോ. അപ്പം അവർക്ക് ഏറ്റവും കൂടുതൽ നൊസ്റ്റാൾജിയ, ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഒരു പാട്ടായിരുന്നു മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്തൊരു മലയാളം എന്നൊരു നാട്. ഞാനിപ്പോൾ കുഴപ്പത്തിൽ ചാടിയെന്ന് വെച്ചാൽ ഈ പാട്ട്, സംഗീതം, ഇതെല്ലാം ബ്രാഹ്മണരുടെ കയ്യിലാണ് എന്ന് TM കൃഷ്ണ. TM കൃഷ്ണൻ ചില്ലറക്കാരനല്ല, വളരെ പോപ്പുലറായ ഒരു കർണാടക സംഗീതജ്ഞനാണ്. TM കൃഷ്ണ സ്വയം ബ്രാഹ്മണനാണ്. ചെമ്മൻകുടിയുടെ ശിഷ്യനായിരുന്നു. TM കൃഷ്ണ വലിയ കലാപകാരിയാണ്. അദ്ദേഹത്തിൻ്റെ പാട്ട് കച്ചേരിയേക്കാൾ കൂടുതൽ പ്രസംഗ കച്ചേരികളാണ് നടക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായിട്ട്. 10 വർഷമായിട്ട് ഇദ്ദേഹം ഈ മദ്രാസ് മ്യൂസിക് അക്കാഡമിയിൽ പാടിയിട്ടില്ല. ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ 3 ബ്രാഹ്മിൻ ഫാമിലിയാണ് ഈ മദ്രാസ് മ്യൂസിക് അക്കാഡമി നടത്തുന്നത്. 10 വർഷം കഴിഞ്ഞപ്പോൾ ഈ മദ്രാസ് മ്യൂസിക് അക്കാഡമിയിലെ അവർ ഇങ്ങർക്ക് സംഗീത കലാനിധി ബിരുദം കൊടുക്കുന്നു, സമ്മാനം കൊടുക്കുന്നു TM കൃഷ്ണൻ്റെ. TM കൃഷ്ണ അത് സ്വീകരിക്കുന്നു. അതിനെ തുടർന്ന് വലിയ ബഹളം നടക്കുന്നു. രഞ്ജിനി ഗായത്രി വലിയ വിപ്ലവം ഉണ്ടാക്കിയിട്ട് ആദ്യമായിട്ട് ഈ അശോകനറിയാമോ, തമിഴ്നാട്ടിൽ ബ്രാഹ്മണരെന്ന് പറഞ്ഞാൽ വിരലുണ്ടാവുന്നവരേ ഉള്ളൂ. എന്ത് ദ്രോഹം ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് അവരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എനിക്കറിയാമില്ല. അവർ ഭിത്തിയോളം തള്ളിക്കഴിഞ്ഞപ്പോൾ ഇവർ തിരിച്ചു തള്ളി. രഞ്ജനിയും ഗായത്രി ആയിരുന്നു എൻ്റെ ഉദ്ഘാടനം. പിന്നാലെ ഒരുപാട് പേര്. എന്തിന് നമ്മുടെ പാലക്കാട് മണിയരുടെ കുടുംബം അദ്ദേഹത്തിന് കിട്ടിയ സംഗീത കലാനിധി ബിരുദം തിരിച്ചേൽപ്പിച്ചു. ഇത് വേണ്ട ഞങ്ങൾക്ക്, നിങ്ങളെന്തോ ഒരു ശത്രുത വെച്ച് പെരുമാറുന്ന ആൾക്കാരുടെ. അപ്പം ഞാൻ ഈ PB ശ്രീനിവാസ് ബ്രാഹ്മണനാണോ എന്ന് ആദ്യമായിട്ട് എനിക്ക് ചിന്തിക്കേണ്ടി വന്നു. ഞാൻ അന്വേഷിക്കാനൊന്നും പോയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ തലപ്പാവ് സംഗതിയൊക്കെ നോക്കുമ്പോൾ ഒരു അയ്യങ്കാർ ടൈപ്പ് അവരാണ് ഈ തലപ്പാവൊക്കെ വയ്ക്കാറുള്ളത്. പക്ഷേ ഇത്ര മനോഹരമായ പാട്ടുകൾ പാടിയ ആളിൻ്റെ ജാതി അന്വേഷിക്കുന്നുണ്ടോ ദൈവമേ, ഞാൻ ആ സ്ഥിതിയിൽ എന്നെ കൊണ്ടുവന്ന് എത്തിച്ചല്ലോ ഈ മഹാഭാവി എന്ന് എനിക്ക് തോന്നുന്നു. സത്യം പറഞ്ഞാൽ TM കൃഷ്ണ പ്രാഗൻ ഇതുവരെ ഞാനിങ്ങനെ ആലോചിച്ചില്ല പാട്ടുകാരൻ്റെ ജാതിയോ സംഗതിയോ ഒന്നും. അശോക് ഒന്ന് ആലോചിച്ച് നോക്ക്. രാമു സിനിമ, PB ശ്രീനിവാസൻ്റെ പാട്ട് നെരുങ്ങാതെ നീ നിനക്കും ഇടത്തിൽ നാനില്ലേ, മലരേ എന്നിടം മയങ്കാതെ നീ മയങ്കും വകയിൽ നാനില്ലേ, നിലവേ
എന്ത് മനോഹരമായിട്ട്. ഇതിൽ സ്പീഡിലാണ് നമ്മൾ പാടാൻ വിഷമിച്ചതെന്ന് വെച്ചാൽ സ്ലോ ആക്കി പാടിയതുകൊണ്ടാണ്. ഒറിജിനൽ സ്പീഡ് ഇതില്ല, ഇത് കൂടുതലാണ്, കുറച്ചുകൂടെ വരും. അത് പി.വി. ശ്രീനിവാസിൻ്റെ ആ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ ഒന്ന് ശബ്ദ ഗാംഭീര്യ സൗകുമാര്യം, പിന്നെ ഈ പ്രണയഗാനങ്ങൾ, അതുപോലെ വിരഹഗാനങ്ങൾ, ദുഃഖഗാനങ്ങളൊക്കെ പാടുമ്പോഴത്തേക്കും വാക്കുകൾക്കൊക്കെ നമ്മൾ സാധാരണ പറയുന്ന രീതി അല്ലാണ്ട് അതിൻ്റെ അകത്ത് ഈ പറയുന്ന വികാരങ്ങൾ, ഏത് വികാരമാണോ ആ വികാരം അങ്ങോട്ട് ലയിച്ചു വരും. അതൊരു പ്രത്യേക കഴിവായിരുന്നു, സവിശേഷമായിട്ടൊരു കഴിവാണ് പി.വി. ശ്രീനിവാസൻ. അങ്ങനെ പാടിയിരിക്കുന്ന കുറേ പാട്ടുകൾ നമ്മൾ മലയാളത്തിൽ പാടിയിട്ടുണ്ടല്ലോ. അപ്പം മറ്റേ തമിഴിലാണെങ്കിൽ കാലങ്ങളിൽ അവൾ വസന്തം, അത് അറിയാമല്ലോ. കാലങ്ങളിൽ അല്ല, ഈ പല പാട്ടുകാർക്കും ഒരു റേഞ്ച് ഇതൊക്കെ ഉണ്ട്. ഇതുമായിട്ട് ബന്ധമില്ലാത്തതാണെങ്കിലും ഓർമ്മയിൽ വന്നുകൊണ്ട് ഞാൻ ചോദിക്കാൻ, അടുത്ത കാലത്താണോ എന്ന് അറിഞ്ഞുകൂടെ, ഒരു വീഡിയോ ക്ലിപ്പാണിത്. അതിൽ ശ്രീകുമാരൻ തമ്പി സാറ് പറയുന്നു, ബ്രഹ്മാനന്ദൻ കേരളത്തിൽ വലിയൊരു പാട്ടുകാരനാവാത്തത് വെറുതെ അല്ല. ദേവരാജ മാഷിനോട് ഞാൻ ചോദിച്ചു, മാഷെ ബ്രഹ്മാനന്ദന് പാട്ട് കൊടുക്കാത്തത് എന്താണ്? അപ്പോൾ ദേവരാജ മാഷ് പറഞ്ഞു, തമ്പി അവൻ പാടിയ 1-2 പാട്ടൊന്ന് കേൾപ്പിച്ച് എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം കേൾപ്പിച്ചു. അപ്പോൾ ദേവരാജൻ പറഞ്ഞു, അതിനകത്തൊന്നും തന്നെ മുകളിലേക്ക് ഒന്നും പോകുന്നില്ല. ഫോർ എക്സാമ്പിൾ നീലനിശീഥിനി, നീലനിശീഥിനി നിന്മണി മേടയിൽ, ഇത് എന്നേക്കാൾ നന്നായിട്ട് ശ്രീകുമാരൻ തമ്പി പാടിയിട്ടുണ്ട് കേട്ടോ. ശ്രീകുമാരൻ തമ്പി പറഞ്ഞു മുകളിൽ പോകുന്നില്ല. കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു എന്നുള്ള പാട്ട് ബ്രഹ്മാനന്ദന് പാടാൻ പറ്റുമോ തമ്പി? അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല മനുഷ്യ പാടാൻ പറ്റില്ല. അതാണ് അക്കരയോ ഇക്കരയോ എന്നുള്ള എടുപ്പും പിന്നെ ഓ എന്നുള്ള ഹമ്മിങ്ങും ഒക്കെ അതൊന്നും ബ്രഹ്മാനന്ദന് സാധ്യമല്ല. പറഞ്ഞത് ശ്രീകുമാരൻ തമ്പിയാണ്. അദ്ദേഹത്തിന് ബ്രഹ്മാനന്ദനോട് യാതൊരു ശത്രുതയില്ല. അദ്ദേഹം തന്നെ പറയുന്നു, ഞാൻ ഒരുപാട് പാട്ട് ബ്രഹ്മാനന്ദന് കൊടുത്തു എന്നൊക്കെ പറയുന്നു. ബട്ട് ബ്രഹ്മാനന്ദന് റേഞ്ചില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്കും അങ്ങനെ തോന്നുന്നില്ല എനിക്ക്. എന്തുകൊണ്ടോ പലപ്പോഴും ഈ അത്രയും ഹൈ പിച്ചിലേക്ക് പോകുന്ന പാട്ട് അവർക്ക് കൊടുത്തിട്ടില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഈ നീലനിശീഥിനി പോലും ശ്രീകുമാരൻ തമ്പി സാറ് പറഞ്ഞ പോലെ ഒറ്റ ഇങ്ങനെ താഴെ മാത്രം നിൽക്കുന്നൊരു പാട്ടൊന്നും അല്ല. അതിൽ ഏറ്റവും മുകളിലും ഏറ്റവും താഴെയൊക്കെ പോകുന്നുണ്ട് ആ പാട്ടിൽ. എനിവേ, കമ്മിങ് ബാക്ക് ടു ദിസ് കാസ്റ്റ്, അശോകിന് തോന്നുന്നുണ്ടോ ഈ സിനിമാ പാട്ട്, കർണാടക സംഗീതം ഇതിലൊക്കെ ഒരു ബ്രാഹ്മണാധിപത്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? സാറേ, അത് ഈ നമ്മുടെ കർണാടക സംഗീതം എന്ന് പറയുന്ന ഇത് കേരളത്തിൽ അധികം അങ്ങോട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല. കേരളത്തിൽ വരാത്തതിന് പല കാരണങ്ങളും. അതേ സമയത്ത് തന്നെയാണ് ഈ സിനിമകൾ 10-60 കൊല്ലമായിട്ടുള്ള ഇതാണ്, 60-70 കൊല്ലമായിട്ടുള്ളതാണ് ഈ സിനിമകളിൽ കർണാടക രാഗം അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തിയ ധാരാളം പാട്ടുകൾ വന്നു. നമുക്ക് കർണാടക സംഗീതം ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഒരാൾ കച്ചേരി നടത്തുമ്പോഴത്തേക്കും ഇത് ചിലപ്പം മര്യാദയ്ക്കൊരു പാട്ട് പാടുമ്പോൾ 15 മിനിറ്റ് 20 മിനിറ്റ് അല്ലെങ്കിൽ അതിനേക്കാളും വളരെ കൂടുതൽ സമയമൊക്കെ പോകും. ഓഡിയൻസിന് അത്രയും കേട്ടുകൊണ്ടിരിക്കാനുള്ളൊരു ക്ഷമ പലർക്കും ഇല്ല. കാരണം അവർക്ക് അറിയാമല്ല. അവർ ലേമൻ എന്ന് പറയുന്ന അവസ്ഥയിലിരിക്കുന്നവർക്ക് ഏത് രാഗമാണ് പാടുന്നത്, രാഗവിസ്താരം കഴിഞ്ഞു, കൃതിയിലേക്ക് കടന്നു, പിന്നെ അത് നിരവലി ചെയ്തു, സ്വരം പാടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇവർക്കിത് ഫോളോ ചെയ്യാനുള്ള കഴിവില്ല. അതേസമയം സിനിമാ പാട്ടാകുമ്പോൾ 3.5 മിനിറ്റ് അന്നത്തെ ഒരു ശരാശരി പാട്ടിൻ്റെ ലെങ്ത്. ഈ 3.5 അല്ല 5 മിനിറ്റ് കൊണ്ട് രാഗത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒന്നാന്തരം പാട്ടുകൾ ദേവരായ മാഷ് ഇവർ തുടങ്ങിയ കക്ഷികളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ജാതീയമായിട്ട് അല്ലെ ബ്രാഹ്മണനാണോ എന്ന് പറഞ്ഞ് ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ദേവരാജൻ അദ്ദേഹമാണ്. അദ്ദേഹം ചെയ്ത അത്രയും വെറൈറ്റി ഇവിടെ ഒരാളും ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഇതിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ശരിയാണത്. ദേവരാജൻ 86 രാഗത്തിലോ മറ്റോ 82-86 രാഗങ്ങളിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അത്രയും പാട്ടുകൾ അത്രയും രാഗത്തിൽ പാട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ മോഹനം എന്ന് പറഞ്ഞ രാഗമാണെന്നുണ്ടെങ്കിൽ ആ മോഹനത്തിൽ തന്നെ 32 പാട്ട് ചെയ്ത ആളാണ് ദേവരാജൻ എന്ന് പറയുന്നത്. അദ്ദേഹം ബ്രാഹ്മണനല്ല. മോഹനത്തിൽ 32 പാട്ട്, മോഹന രാഗത്തിൽ 32 പാട്ട് ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു 3-4 പറയുക. മോഹനത്തിൽ ഇപ്പോൾ ദേവദാരു പൂത്തനാള്, സ്വർഗപുത്രി, നവരാത്രി, 2, പിന്നെ ഇത് അങ്ങനെ ഒത്തിരി പാട്ടുകളുണ്ട് സാർ. പെട്ടെന്ന് മാലിന്യ നദിയിൽ കണ്ണാടി നോക്കും, ഞാൻ കേട്ടിട്ടുണ്ട്. മാലിന്യ നദിയിൽ കണ്ണാടി. അത് അദ്ദേഹം ശരിക്കും ശകുന്തള സിനിമയ്ക്ക് വേണ്ടി ചെയ്തതല്ല. അതിനൊക്കെ വളരെ മുമ്പ് ചെയ്തു വെച്ചിട്ട് ഈ പാട്ട് നമുക്ക് എവിടെയെങ്കിലും വെക്കണം എന്ന് പറഞ്ഞിട്ടാണ്
അതിൻ്റെ ഒരു ഇമേജ്. അല്ല, അപ്പം ചുരുക്കി പറഞ്ഞാൽ അശോക് പറയുന്നത് ഈ കച്ചേരി ചെറുതാക്കി ഒരു 3.5 മിനിറ്റിൽ രാഗത്തിലൊരു പാട്ട്, ഒരു കച്ചേരിയുടെ സുഖം, ഒരു സുഖം. അതുപോലെ ഇപ്പോൾ ഹംസധ്വനിയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം എന്ന് പറഞ്ഞ പടത്തിൽ ഒരു പറഞ്ഞിട്ടല്ലോ, സൗരയൂഥ പദത്തിലെന്നോ, അതൊരു കച്ചേരി കേൾക്കുന്ന സുഖമുണ്ട്. അതുപോലെ സത്യവാൻ സാവിത്രിയിൽ ആഷാഢം മയങ്ങി നിൻമുകിൽ വേണിയിൽ ഒരു കച്ചേരി കേൾക്കുന്ന സുഖമാണ്. പഞ്ചവൻ കാട്ടിലെ മന്മഥ പൗർണമി കച്ചേരി കേൾക്കുന്ന സുഖമാണ്. ആ പാട്ട് മുഴുവൻ കേട്ട് കഴിഞ്ഞ് 3.5-4 മിനിറ്റ് കൊണ്ട് തീരുന്ന പാട്ടാണ്. അങ്ങനെ ഒതുക്കി കൊണ്ടുവന്ന ഒരിത്. അതേപോലെ തന്നെ അർജുനൻ മാഷ് ബ്രാഹ്മണനല്ല. കെ രാഘവൻ അദ്ദേഹം ബ്രാഹ്മണനല്ല. ബാബുരാജ് ബ്രാഹ്മണനല്ല. ഈ പുകഴേന്തി ബ്രാഹ്മണനല്ല. പോട്ടെ, നമ്മുടെ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ജോൺസൺ ബ്രാഹ്മണനല്ല. A.T. ഉമ്മർ ബ്രാഹ്മണനല്ല. രവീന്ദ്രൻ ഔസേപ്പച്ചൻ ബ്രാഹ്മണനല്ല. ഏറ്റവും ഇങ്ങേരെ രവീന്ദ്രൻ പോയി മരുന്നിന് ഒരു ദക്ഷിണാമൂർത്തി എന്ന് പറയാം. അങ്ങേരെ അനുഭവിച്ച അത്രയും ദാരിദ്ര്യം, ഈ പറയുന്ന സവർണ മേധാവിത്വം എന്നൊക്കെ പറയുന്നിടത്ത് ദക്ഷിണാമൂർത്തി കിടന്ന അത്രയും പട്ടിണി ആലോചിച്ച് നോക്കിയേ. അങ്ങേരെ വൈക്കത്തമ്പലത്തിലെ അന്നദാനം, അത്താഴത്തിന് അല്ലെങ്കിൽ ആ സമയത്ത് കൊടുക്കുന്ന അന്നദാനത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അങ്ങേരെ തന്നെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല. എത്രയോ കാലം സംഗീതത്തെ ഉപാസിച്ച് നട്ടെല്ലിനോടൊട്ടുന്ന വയറുമായിട്ട് എത്ര കാലം അങ്ങേര് ജീവിച്ചു. എന്നിട്ട് ഈ ബ്രാഹ്മണ മേധാവിത്വം എന്ന് പറയുന്നതിനോട് എങ്ങനെയാണ് ജീവിച്ചത്? തെണ്ടി തിന്നുക, അതിൻ്റെ മലയാളം. സംസ്കൃതത്തിൽ ഉഞ്ചവൃത്തി പറയുമ്പോൾ ബ്രാഹ്മണനാന്ന് പറയാം. അപ്പോൾ അത് തമിഴിലെടുത്ത് ത്യാഗരാജൻ ബ്രാഹ്മണൻ, ശ്യാമശാസ്ത്രി ബ്രാഹ്മണൻ, മുത്തുസ്വാമി ദീക്ഷിതർ ബ്രാഹ്മണൻ. പക്ഷേ ഇതിൻ്റെ എല്ലാം അടിത്തറയായിട്ട് നിന്ന പുരന്ദരദാസൻ ബ്രാഹ്മണനല്ല, ഷെട്ടിയാണ്. അരുണഗിരിനാഥൻ ബ്രാഹ്മണനല്ല. ശീർകാഴി ഗോവിന്ദരാജൻ ബ്രാഹ്മണനല്ല. ഇളയരാജ ബ്രാഹ്മണനല്ല. MS വിശ്വനാഥനല്ല. റഹ്മാനല്ല. റഹ്മാനല്ല. ഇയാൾ ഈ എന്ത് പറഞ്ഞിട്ടാണ് ഈ കലാപം ഉണ്ടാക്കുന്നത്? എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടിയിട്ടാണ്? അതെനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ്. പിന്നെ അത് അശോകന് അറിയാമോ, ഹിന്ദുസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നൊരു സംഘടനയുണ്ട്. ഈ സോറോസ് ഫണ്ട് സംഘടനയാണ്. അതിൻ്റെ അഡ്വൈസറാണ് ഈ മനുഷ്യൻ, TM കൃഷ്ണൻ. അതിലിരിക്കുന്നത് കൂടുതലും ക്രിസ്ത്യാനികളാണ്, ഹിന്ദുക്കളെ നന്നാക്കാനായിട്ട്. അതിൻ്റെ അഡ്വൈസറാണ്. മാക്സസെ അവാർഡ് കിട്ടി. മാക്സസെ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇയാളുടെ സ്വഭാവം മാറി. പിന്നെ ഏകദേശം അവർ പറയുന്ന പോലെ ബ്രാഹ്മണ മേധാവിത്വം, ഏത് മേധാവിത്വമാണ്? 4-3-7 ബ്രാഹ്മണരെ ഇല്ല തമിഴ്നാട്ടിൽ. ആരുടെ നേർക്ക്, ഏത് നിഴലിൻ്റെ നേർക്കാണ് യുദ്ധം ചെയ്യുന്നത്? എന്നിട്ട് ടാർഗറ്റ് ബ്രാഹ്മണർ മാത്രമല്ല, ടാർഗറ്റ് കർണാടക സംഗീതമാണ്. സി ഹിസ് നെക്സ്റ്റ് ആർഗ്യുമെൻറ്റ്, ഈ കീർത്തനങ്ങൾക്ക് ഒന്നും തന്നെ സാഹിത്യം ആവശ്യമില്ല. സാഹിത്യം വെറുതെ അങ്ങ് ത്യാഗരാജനെ എഴുതി വെച്ചെന്നേ ഉള്ളൂ. സ്വരം പാടാനായിട്ടുള്ള ഒരു സാഹിത്യം വേണമല്ലോ എന്ന് വിചാരിച്ച് അങ്ങ് എഴുതി. അല്ലാതെ ഈ പറയുന്ന രാമനും കൃഷ്ണനും യാതൊരു പ്രത്യേകതയില്ല. പുള്ളി അങ്ങനെയാണോ പറഞ്ഞത് രാമകൃഷ്ണ? ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഈ കർണാടക സംഗീതം മെയിനായിട്ട് ആധാരമാക്കിയിരിക്കുന്ന സാഹിത്യത്തെ തന്നെയാണ്. രാഗമുണ്ട് ഇല്ല എന്നൊന്നല്ല പറയുന്നത്, രാഗം. പക്ഷേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടൊരു വാക്കുകൾ വേണ്ടേ? വാക്ക് ചുമ്മാതെ ഉണ്ടാകുന്നല്ലോ. അല്ല, TM കൃഷ്ണനാണ് വാദം. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നിത്യവിശുദ്ധയും കന്യാമറിയമേ ഉണ്ടല്ലോ, അത് വാസ്തവത്തിൽ 3 വെച്ച് മുറിക്കുക. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, ഇങ്ങനെയാണ്. അങ്ങനെ എനിക്ക് ഞാൻ ഇത് കേട്ടായിരുന്നു, ഇത് പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ ഇത് കേട്ടായിരുന്നു. അതിൽ എനിക്ക് തോന്നിയ ഒരു സാധനം, ഈ സംഗീതത്തിന് ചില ഫ്രേസസ് ഉണ്ട്, ചില രാഗങ്ങൾക്ക്. അപ്പോൾ അതിൽ പുള്ളി ഇതൊരു പാടി കേൾപ്പിച്ചിരിക്കുന്ന ആരണ്ടോട്, നീ അത് പാട്, അപ്പടിയല്ലട ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് മുറിച്ചൊക്കെ പാടുന്നുണ്ട്. അത് സംഗീതത്തിൻ്റെ ആ രാഗത്തിൻ്റെ ചില ഫ്രേസുകളുണ്ട്. ആ ഫ്രേസിനനുസരിച്ച് സാഹിത്യം മുറിച്ചു വരുമ്പോഴത്തേക്കും അതിന് വാക്കുകൾക്ക് അർത്ഥമില്ലാതെ ആയി പോകുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് 2-3 സാധനങ്ങൾ ഞാൻ നോട്ട് ചെയ്ത്, എനിക്ക് പലപ്പോഴായിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോൾ ഇതുണ്ടല്ലോ, ഹിന്ദോള രാഗത്തിൽ സാമജവരഗമനം, സമജവരഗമന സാധുഹൃത്സരസാബ്ജപാലകാല തീതവിഖ്യ, അങ്ങനെ വരുമ്പോൾ കാല എന്ന് പറയും, കാല എന്ന് വിളിച്ചിട്ട് തീതവിഖ്യാത എന്ന് പറഞ്ഞ് വേറെ രീതിയിൽ പാടുന്നു സാമജവരഗമന.
അത് ശരിക്കും പാടേണ്ട MD രാമനാഥൻ പാടിയിരിക്കുന്ന കാലാതീത വിഖ്യാത, ആ കാലാതീത എന്ന് പറയുന്നത് ഒരുമിച്ച് തന്നെ പാടേണ്ടതായിരിക്കും. ഇതിൻ്റെ ആക്ച്വൽ നൊട്ടേഷൻ അന്ന് ആരെ എഴുതി വെച്ചിരിക്കുന്നത്? ഇത് ഓരോരുത്തർ പഠിപ്പിക്കുന്നതനുസരിച്ച് ഇത് ഈ പുള്ളിക്ക് അങ്ങനെ തെറ്റിദ്ധാരണ. അതുപോലെ പഞ്ചരത്ന കൃതിയെക്കുറിച്ച് പുള്ളി പറയുന്നുണ്ട്. പുള്ളി പറഞ്ഞിരിക്കുന്ന ആരഭി ഇതുണ്ടല്ലോ, സാധിഞ്ചനെ കുറിച്ചാണ് പുള്ളി, ഞാൻ ഈ മുമ്പേ പറഞ്ഞ സാധനം പുള്ളി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പാടി ഇങ്ങനെ പാടി മുറിച്ച് പാടി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്രീരാഗത്തിലെ പഞ്ചരത്നം എടുത്തു കഴിഞ്ഞാൽ എന്തൊരോ മഹാനുഭാവനും, അത് ഈ TM കൃഷ്ണൻ അടക്കം പലരും ഇവിടെ പാടി കേട്ടിരിക്കുന്നത് എന്തരോമ ഹാനുഭാവലു എന്നാണ് പലരും, പേരെടുത്ത് ഞാൻ പറയുന്നില്ല, പലരും പാടി കേട്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഞാനിത് വിചാരിച്ചു എന്താ ഇച്ചിരി വൃത്തികെട്ടുണ്ടല്ലോ ഇതിൻ്റെ സാഹിത്യം വെച്ച് നോക്കി കഴിയുമ്പോഴത്തേക്കും. അങ്ങനെ നോക്കിയപ്പോഴാണ് MD രാമനാഥൻ ഈ പാട്ട് പാടുന്നത് ഞാൻ കേട്ടത്. എന്തരോ മഹാനു, ആ എന്തരോ മഹാനുഭാവലു എന്നുള്ള ആക്ച്വലി യഥാർത്ഥത്തിൽ പാടേണ്ടത് അങ്ങനെ തന്നെയായിരിക്കും. ഈ ക്ലാസ് തെറ്റായിട്ട് കിട്ടി, അല്ല പാഠം തെറ്റായിട്ട് കിട്ടിയെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നമുക്കത് ഇപ്പം കുട്ടികളെല്ലാം പഠിച്ചു വരുന്നൊരു പാട്ടല്ലേ അത്, തുടക്കത്തിൽ തന്നെ ദീക്ഷിതരുടെ ശ്രീ സരസ്വതി നമോസ്തുതേ, അതിൽ ശ്രീപതി ഗൗരി പതി ഗുരു ഗുഹവിനുദേവിതയുവതേ എന്നാണ് പിള്ളേരെല്ലാം പാടുന്നത്. ശ്രീപതി ഗൗരി പതി ഗുരു ഗുഹ ദേവിത യുവത എന്ന് പറഞ്ഞിട്ടാണ് പാടുന്നത്. അത് കേൾക്കുമ്പോൾ ഒരു ഇതെന്താ അവിടെ വരുമ്പോൾ ഒരു കല്ലടിക്കുന്നവർ എനിക്ക് തോന്നല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ രാമനാഥൻ പാടിയത് കേൾക്കുന്നത്. ശ്രീപതി ഗൗരി പതി ഗുരു ഗുഹ വിനുദേ വിഹിയുവതേ, ആ വിഹിയുവതേ അങ്ങനെ തന്നെയാണ് അത് പാടേണ്ടത്. അപ്പം ദേവിതി യുവത എന്ന് പറഞ്ഞ ആ സാധനം അല്ല ഇത്. ഇവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയാണെന്ന് കരുതി ത്യാഗരാജനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ല, ഇദ്ദേഹം പറയുന്നത് ഈ ലിറിക്സ് തന്നെ അപ്രസക്തമാണ്. ലിറിക്സ് സ്വരം മതിയെങ്കിൽ ഇദ്ദേഹം കച്ചേരി ചെയ്യുന്ന ആളല്ലേ, സ്വരം മാത്രം പാടിയാൽ പോരെ, രാഗവിസ്താരം മാത്രം നടത്തിയാൽ പോരെ. അത് ഞാൻ പറയട്ടെ, സുധാരഘുനാഥൻ ചോദിക്കുന്നുണ്ട്, ഇത് ഇങ്ങനെയല്ലേ എന്ന് അവരോട് ചോദിക്കുന്നു, TM കൃഷ്ണയുടെ തീരക്കാരോട് ചോദിക്കുന്നു. അവർ ഒരു ചിരിയോടെ തിരിച്ചു ചോദിക്കുന്നു, അദ്ദേഹം ഇങ്ങനെ ചെയ്യാറുണ്ടോ? അത് ഞാൻ പറയുന്നത് ഈ ഇദ്ദേഹത്തിൻ്റെ ഇത് പലതും ഹിപ്പോക്രസി ആയിട്ട് എനിക്ക് തോന്നിയത്. ഇപ്പം ഈ മദ്രാസ് മ്യൂസിക് അക്കാഡമി ഞാൻ പുറത്ത് നിന്ന് കണ്ടിട്ടുള്ളൂ, ഞാൻ അകത്ത് കയറി കണ്ടിട്ടില്ല. അതിൻ്റെ പല അവിടെ നടക്കുന്ന കച്ചേരികളുടെ റെക്കോർഡിങ്ങുകൾ, വീഡിയോയും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള പണ്ട് കാലം തുടങ്ങിയുള്ള പല റെക്കോർഡിങ്ങുകൾ കേൾക്കുകയും കാണുകയും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടെ ബ്രാഹ്മണ മേധാവിത്വം ഉണ്ടോ ഇല്ലയോ അതൊന്നും എനിക്കറിയില്ല. പക്ഷേ നെയ്യാറ്റിൻകര വാസുദേവൻ അങ്ങനെ ബ്രാഹ്മണനല്ല. അവിടെ എത്രയോ പ്രാവശ്യം മദ്രാസ് മ്യൂസിക് അക്കാഡമിയിൽ കച്ചേരി നടത്തിയിട്ടുണ്ട്. യേശുദാസ് ബ്രാഹ്മണനല്ല, കർമ്മം കൊണ്ട് ആയിരിക്കാം, ജന്മം കൊണ്ട് ബ്രാഹ്മണനല്ല. അദ്ദേഹം എത്രയോ പ്രാവശ്യം അവിടെ കച്ചേരി നടത്തിയിട്ടുണ്ട് ഈ മ്യൂസിക് അക്കാഡമിയിൽ. ഇതല്ലാത്ത നാസർ ഷെയ്ഖ് ചിന്നമൗലാന ഇത് ബ്രാഹ്മണനല്ലോ, എത്രയോ പ്രാവശ്യം കച്ചേരി നടത്തിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പറയുന്ന TM കൃഷ്ണൻ. പിന്നെ അവിടെ ബ്രാഹ്മണ മേധാവിത്വമുണ്ട്. പുള്ളി കഴിഞ്ഞ 8-10 വർഷമായിട്ട് അവിടെ പുള്ളി കച്ചേരി അവതരിപ്പിച്ചിട്ടില്ല. അതൊന്നല്ല, മദ്രാസിലെ ഒരു ഇതിലും നാരദഗാന സഭയാണേലും മറ്റേ ഇതുണ്ടല്ലോ മാർഗഴി മഹാഉത്സവം, ഇതിനൊന്നും മാർഗഴിയിൽ പാടിയിട്ടുണ്ട് പുള്ളി. മറ്റേ നാരദഗാന സഭ ഇതിലൊന്നും പുള്ളി പാടിയതായിട്ട് അറിവില്ല. അപ്പം എന്തുകൊണ്ടാണ് ഈ ബ്രാഹ്മണ മേധാവിത്വമുണ്ട്, ബ്രാഹ്മണർക്ക് മാത്രം അവസരം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അതിൽ നിന്ന് ഒഴിവായി നിൽക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ബ്രാഹ്മണ മേധാവിത്വം നടക്കുന്നല്ലേ അത് മാത്രം നടക്കുന്നു എന്ന് പറയുന്ന അക്കാഡമി, മ്യൂസിക് അക്കാഡമി കൊടുക്കുന്ന അവാർഡ് എനിക്ക് നിൻ്റെ അവാർഡ് വേണ്ടട എന്ന് പറയാനുള്ള ഒരു മനസ്സിങ്ങേര് കാണിക്കണ്ടേ? അവിടെ എന്തോ വലിയ പൊളിറ്റിക്സ് നടന്നിട്ടുണ്ട്. അതാണ് ഇവർ തമ്മിലുള്ള. നമ്പർ 2, ഈ ഡിസംബറിലാണ് ഈ മാർഗഴി ഉത്സവം തുടങ്ങുന്നത്, സംഗീതോത്സവം തുടങ്ങുന്നത്. സാധാരണ മ്യൂസിക് അക്കാഡമി അവാർഡ് അനൗൺസ് ചെയ്യുന്നത് സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ഒക്കെയാണ്. ഇത്തവണ നേരത്തെ കയറി അനൗൺസ് ചെയ്തു. എന്തിനു ചെയ്തു ഇത്ര നേരത്തെ? അത് ഈ വഴക്കുണ്ടാക്കാനുള്ള സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് വിവാദമാക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. ഈ ഇദ്ദേഹത്തിൻ്റെ ഈ വാദം എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഇപ്പോൾ രാമനൊരു പ്രാധാന്യമില്ല, അതിന് പകരം യേശു ചേർത്താലും കുഴപ്പമില്ല എന്നൊക്കെ ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ശരിയാണല്ലോ എന്ന് തോന്നും. സംഗീതത്തിന് മതമില്ല, അങ്ങനെയല്ല. അത് സംഗീതത്തിന് ഒരു സംസ്കാരമുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വരിയുണ്ടല്ലോ, നിത്യവിശുദ്ധയാം കാടാമ്പുഴയമ്മേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. ഒരു തെറ്റുമില്ല. പക്ഷേ ഇത് കന്യാമറിയത്തോട് ചെയ്യുന്ന അപരാധമാണ്, കാടാമ്പുഴയമ്മയോട് ചെയ്യുന്ന അപരാധമാണ്. ഈ രണ്ടുപേരെയും ബഹുമാനിക്കുന്ന, പ്രാർത്ഥിക്കുന്ന
ലക്ഷോപലക്ഷം മനുഷ്യരോട് ചെയ്യുന്ന അപരാധമാണ്, ആ പാട്ടിനോട് ചെയ്യുന്ന അപരാധമാണ്. ഒരു വാക്ക് നിങ്ങൾ മാറ്റി മതേതരനാവാനായിട്ട്. അങ്ങനെ അല്ല അത് ചെയ്യുക. അത് സ്വന്തമായിട്ട് വേറെ ക്രിയേറ്റ് ചെയ്തെടുക്കുക, വേറെ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അല്ലാതെ നിങ്ങൾ രാമൻ എന്നുള്ളത്, രാമൻ രണ്ടക്ഷരമാണ്, യേശു രണ്ടക്ഷരമാണ്. ചുമ്മാ രാമശബ്ദത്തിന് യേശു ചേർക്കാം, അങ്ങനെ ചേർത്തു ഇയാൾ. എത്രയോ സ്ഥലത്ത് അങ്ങനെ ചേർത്ത് ഈ തെലിസി രാമചന്ദ്ര തെലിസി യേശു പാടിപ്പോകാം. ബട്ട് ഇറ്റ്സ് ആൻ ഇൻസൾട്ട് ടു രാമ, ഇറ്റ്സ് ആൻ ഇൻസൾട്ട് ടു യേശു. നിങ്ങൾ ആ രാഗത്തിൽ യേശുവിന് വേണ്ടിയിട്ടൊരു കൃതി എഴുതിക്കുക, കുഴപ്പമൊന്നുമില്ല. ബട്ട് അതല്ലാതെ ഈ കൃതിയിൽ കയറിയിട്ട് നിങ്ങൾ കൈകടത്തുക എന്ന് പറയുന്നത് സാംസ്കാരികമായ ഒരു അപരാധമാണ്, ചെയ്യാൻ പാടില്ലാത്ത. അതുപോലെ സംഗീതം ഇട്ട് തട്ടിക്കളി. ഇത് ടി എം കൃഷ്ണ വിചാരിക്കുന്ന അദ്ദേഹം എന്തോ പുതിയ കണ്ടുപിടുത്തം നടത്തിയെന്നാണ്. ഞാനിപ്പോൾ അശോകനോട് പറയാം, ഈ ചെത്തി മന്ദാരം തുളസി എന്നുള്ള പാട്ടുണ്ടല്ലോ, ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കാണണം ഓദിത്തിത്ത. ഇതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഈ കുട്ടനാടൻ പുഞ്ചയിൽ എന്നുള്ള പാട്ടും ചെത്തി മന്ദാരം തുളസി എന്നുള്ള പാട്ടും രണ്ടും നദോന്നതാവൃത്തത്തിലാണ്. ഈ രണ്ട് സംഗീതവും മാറി മാറി പാടാൻ ട്രൈ ചെയ്ത് നോക്കിയോ, പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ചെത്തി മന്ദാരം തുളസിയുടെ ട്യൂണിൽ ഈ കുട്ടനാടൻ പുഞ്ചയിലെ പാടാം, തിരിച്ചും പാടാം. പക്ഷേ അങ്ങനെ പാടിക്കഴിഞ്ഞാൽ അത് ഈ വള്ളംകളി എന്ന് പറയുന്ന നമ്മുടെ സാമ്പ്രദായികമായ ഒരു ഉത്സവത്തിനോട് ചെയ്യുന്ന അപരാധമാണ്. ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ആ മൂർത്തിയോട് ചെയ്യുന്ന അപരാധമാണ്. നൃത്തം ശരിയായതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ സംഗീതം മാറ്റി അങ്ങനെ ഷൈൻ ചെയ്യരുത്. ഇതിലും കടുപ്പപ്പെട്ടതുകൊണ്ട് ഈ കുമാരനാശാൻ്റെ കരുണ കാവ്യമുണ്ടല്ലോ, അത് സിനിമയാക്കി. കരുണാകാവ്യം മൊത്തം നദോന്നതാവൃത്തത്തിലാണ്, ഫുൾ. അതിൽ ദേവരാജ മാഷ് പാടുന്നൊരു പാട്ടുണ്ട്, ഉത്തരമധുര അല്ല, ഉത്തരമധുരാപുരിക്കുത്തരോപാന്തത്തിലുള്ള വിസ്തൃത രാജവീഥിതൻ കിഴക്കരികിൽ. ഈ സാധനമുണ്ടല്ലോ, ഈ കുട്ടനാടൻ മുഞ്ചയിലെ മട്ടിലൊന്ന് പാടി നോക്കി. ഉത്തരമധുരാപുരിക്കുത്തരോപാന്തത്തിലുള്ള വിസ്തൃത രാജവിധീതൻ കിഴക്കരികിൽ ഓദിത്തിത്താൻ. കാര്യം എന്താണെന്നറിയാമോ? നദോന്നതാവൃത്തത്തിലാണ്. ഇത് സംസ്കൃതത്തിലെ പല വൃത്തങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ത്യാഗരാജന് പാട്ട് വേറൊരു ഈണം വെച്ചൊക്കെ നിങ്ങൾക്ക് പാടാൻ സാധിക്കും. പക്ഷേ അത് രാമനോട് ചെയ്യുന്ന അപരാധമാണ്, ത്യാഗരാജനോട് ചെയ്യുന്ന അപരാധമാണ്, ജനങ്ങളോടും അവരുടെ സംസ്കാരത്തോടും ചെയ്യുന്ന അപരാധമാണ്. ഇതെല്ലാം ഈ ടി എം കൃഷ്ണൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ടെക്നിക്ക് ശരിക്കും പറഞ്ഞാൽ വി ഡി രാജപ്പൻ പണ്ട് പാരഡി ചെയ്തുകൊണ്ടിരുന്നില്ല. ഇത് തന്നെയാണ്. ആ സ്വരം അതുപോലെ നിർത്തിയിട്ട് വേറെ വാക്കുകൾ, ചിരി വരുന്ന വാക്കുകൾ അഥവാ ചിരി വരുമെന്ന് അദ്ദേഹം വിചാരിക്കുന്ന വാക്കുകളൊക്കെ ചേർത്ത്, അതാണ് പാരഡി. ഇതുപോലത്തെ പാരഡികളാണ് ഈ മനുഷ്യൻ സൃഷ്ടിക്കുന്നത്. പാരഡി പോലുമല്ല, എക്സിസ്റ്റിംഗ് പാട്ടിൽ കൃത്രിമം കാണിക്കും. വി ഡി രാജപ്പൻ സത്യസന്ധനായിരുന്നു. പുള്ളി ആ പാട്ട് മാറ്റിയിട്ട് വേറെ അതുപോലത്തെ വാക്കുകൾ വയ്ക്കുന്നു. പെണ്ണിന് പകരം ബസ് വയ്ക്കുന്നു. ബസ്സിനും പെൺകുട്ടിയുടെ പേരൊക്കെ വരുമല്ലോ, ഉർവശി, മേനക എന്നൊക്കെ പറഞ്ഞ് പ്രൈവറ്റ് ബസ് വരും. അപ്പോൾ അതിൻ്റെ പേരിട്ടിട്ട് ആ ബസ്സും ബ്രേക്കും അത് സ്റ്റോപ്പിൽ നിർത്തുന്നതൊക്കെ ആയിട്ട് വി ഡി രാജപ്പൻ അത് ചെയ്യുന്നു. അത് ഏകദേശം നമുക്കൊരു ലൈറ്റർ മൂഡിൽ അത് ആസ്വദിക്കുകയും ചെയ്യും. അതുകൊണ്ട് വി ഡി രാജപ്പൻ പോപ്പുലർ ആവുകയും ചെയ്തു. ഇത് വി ഡി രാജപ്പന് സ്റ്റാൻഡേർഡ് പോലും ഇദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ്സിന് വരുന്നില്ല. എന്നാൽ ഒരു എബോവ് ആവറേജ് പാട്ടുകാരനാണിപ്പോൾ. എനിക്ക് തൊണ്ട എവിടെ കൊണ്ടുപോയി നശിപ്പിക്കുമെന്ന് എനിക്കറിയുന്നില്ല. എനിക്ക് അതാണ് പേടി. ഈ സാറ് പറഞ്ഞ പോലെ എബോവ് ആവറേജ് പാട്ടുകാരനാണ്. പക്ഷേ നമ്പർ 1 എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. അതിനേക്കാൾ നല്ല ഗായകർ നമുക്കുണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ പേരെടുത്ത് പറയണോ? നല്ല ഗായകരുണ്ട്. പറയാൻ പറയുന്നതിനെന്താ? സഞ്ജയ് സുബ്രഹ്മണ്യം, നെയ്വേലി സന്താനഗോപാലൻ പോലുള്ള പാട്ടുകാരുടെ അടുത്തൊന്നും ഈ പുള്ളി എത്തുന്നു എനിക്ക് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ്, എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ പഴയതെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ മുമ്പേ പറഞ്ഞ എം ഡി രാമനാഥനോ, ജി എൻ ബാലസുബ്രഹ്മണ്യോ, അരിയക്കുടി രാമാനുജ അയ്യങ്കാർ, മഹാരാജപുരം സന്താനം, മഹാരാജപുരം വിശ്വനാഥ അയ്യർ, മൂസരി സുബ്രഹ്മണ്യയ്യർ, അങ്ങനെ പറഞ്ഞ എത്രയോ ഗായകർ നമുക്കുണ്ട്, വാഗ്ഗേയകാരന്മാരും. ഇതും കൂടെ അല്ല, ഇദ്ദേഹത്തിൻ്റെ വേറൊരു ഇതും കൂടെയുണ്ട്. ഈ മൃദംഗം ബ്രാഹ്മണർ വായിക്കുന്നു. ഈ മൃദംഗം ഉണ്ടാക്കുന്നത് ആരാ? മൃദംഗം പശുവിൻ്റെ തോല് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പശുവിനെ നിങ്ങൾക്ക് കൊല്ലാൻ പറ്റില്ല, അതിൻ്റെ ഇറച്ചി ഇത് ചെയ്യാൻ പറ്റില്ല. അത് പിന്നെ ചൂടുവെള്ളത്തിൽ വേവിച്ച് എടുത്ത് ഉണക്കി റെഡിയാക്കാൻ, ഇതൊന്നും ബ്രാഹ്മണർക്ക് പറ്റില്ല. ഇതൊക്കെ ഈ പാവപ്പെട്ട താഴ്ന്ന ജാതിക്കാരൻ ചെയ്തു കൊടുക്കണം. അത് കഴിയുമ്പോൾ നിങ്ങൾ കയറി ഉമയാൾപുരം ശിവരാമൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളങ്ങ് തകർക്കും.
ഇതല്ലേ നിങ്ങളുടെ പരിപാടി എന്നാണ് ചോദ്യം. എന്ത് ചെയ്യും? അതിപ്പോൾ എന്ത് പറയാനായിട്ടോ പുള്ളിയുടെ അത് കുറച്ചൊക്കെ അവഗണിച്ച് വിടുക വേണ്ട. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ 2017 തോന്നുന്നു പുള്ളി പുറംപോക്ക് പാടൽ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ചെയ്തു. ഭയങ്കര വിഷ്വൽ ബ്യൂട്ടിയൊക്കെ ആയിട്ടൊരു കുറസോവ പടത്തിൻ്റെ ഫ്രെയിം പോലെയൊക്കെ ഇരിക്കത്തക്ക രീതിയിലാണ് അതൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്. അവിടെ തന്നെ എൻ്റെ പുള്ളി ഉദ്ദേശശുദ്ധി നഷ്ടപ്പെട്ടു. കാരണം പുള്ളി ഉദ്ദേശിച്ചൊരു വളരെ മോശപ്പെട്ട ഒരു വൃത്തികേട്ടൊക്കെ നിറഞ്ഞ, പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. അവിടെ ഒരു കുടിൽ കെട്ടി താമസിക്കാൻ തോന്നുന്നത് കണ്ട് ശരിക്കും അങ്ങനത്തെ ഒരു പിക്ചറൈസ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അതിൽ ഈ പറഞ്ഞ പോലത്തെ പുള്ളി അങ്ങനെയാണെങ്കിൽ ഈ ആനന്ദ ഭൈരവി, അതിൻ്റെ അകത്തൊരു ഭൈരവിയുണ്ട്, സിന്ധു ഭൈരവി, അതിൻ്റെ അകത്തും ഭൈരവിയുണ്ട്, സാളക ഭൈരവി, അതിലും ഭൈരവിയുണ്ട്. ഇതൊക്കെ ദേവിയുടെ പേരുകളാണ്. അങ്ങനെയുള്ള രാഗങ്ങളെ അത് അടിസ്ഥാനമാക്കിയിട്ടാണ് ആ പാട്ട് പാടുന്നത്. തുടക്കം തന്നെ ആനന്ദ ഭൈരവിയിലാണ്. മറ്റേ എന്താണ്, ഓറമ്പോക്ക് ഉനക്കിൽ എനക്കില്ലേ ഉനക്കില്ലേ എന്നൊക്കെ പറഞ്ഞ പാട്ട് പഠിക്കാൻ പോലും എനിക്ക് തോന്നിയില്ല. അങ്ങനത്തെ ഒരു പാട്ടാണ് പാടിയിരിക്കുന്നത്. ബേഗട, ദേവഗാന്ധാരി അങ്ങനെയുള്ള രാഗങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ ലൈൻസ് ഞാനത് ഇത്രയും ഇതായതുകൊണ്ട് പുള്ളി എന്താണിത് വേറൊരാളെ കൊണ്ട് എഴുതിപ്പിച്ചിരിക്കുന്നത്. വാക്കുകൾക്ക് പ്രസക്തിയില്ല, അല്ലെങ്കിൽ സാഹിത്യത്തിന് പ്രസക്തി ഇല്ല എന്നുണ്ടെങ്കിൽ കുറഞ്ഞ പക്ഷം അവിടെയെങ്കിലും പുള്ളി പാട്ടുകളുടെ ലൈൻസ് ഒഴിവാക്കണമായിരുന്നു. മറ്റൊരാളെ കൊണ്ട് എഴുതിപ്പിച്ചു, മറ്റൊരാൾ ട്യൂൺ ചെയ്ത് പാട്ട് വന്നിട്ട് പാടുമ്പോഴത്തേക്കും അതിന് വാക്കുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതൊന്ന് കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സബ് ടൈറ്റിലും കൂടെ കൊടുത്ത ഒരു സാധനമാണ് ഞാൻ യൂട്യൂബിൽ കണ്ടത്. അതിൽ പറഞ്ഞു വരുമ്പം നദി ഒഴുകിയത് നഗരങ്ങളുടെ മധ്യത്തിലൂടെ നടുക്കൂടെ അല്ല, നദിയുടെ ചുറ്റുമായിട്ട് നഗരങ്ങൾ ഡെവലപ്പ് ചെയ്തു വരുമായിരുന്നു. അതിപ്പോൾ ടി എം കൃഷ്ണ പറയേണ്ട കാര്യമില്ല. എത്രയോ യുഗാന്തരക്കാല അല്ലെങ്കിൽ താമസിക്കുമ്പോൾ വെള്ളം കിട്ടുമെന്ന് നോക്കുമല്ലോ. മെസോപ്പൊട്ടോമിയൻ സംസ്കാരം തുടങ്ങി സിന്ധു നദിയുടെ അല്ലെങ്കിൽ ഈജിപ്തിൽ നൈൽ നദിയുടെ തീരത്തുണ്ടായിരുന്ന സംസ്കാരം തുടങ്ങി എല്ലാ സംസ്കാരങ്ങളും നദിയെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റുവട്ടത്താണ് വളർന്നു വന്നിരിക്കുന്നത്. എന്നിട്ട് ഇത് പറയുന്നത് പിന്നെ ഇങ്ങനെ വന്നിട്ട് കോൺക്രീറ്റ് മന്ദിരങ്ങളുടെ പ്രസക്തി എന്തിനാണ് കോൺക്രീറ്റ് മന്ദിരങ്ങൾ, ഒന്നാന്തരം ഫ്ലാറ്റിൽ താമസിച്ചുകൊണ്ടിരുന്നിട്ടാണ് കോൺക്രീറ്റ് മന്ദിരം എന്തിനാണെന്ന് ചോദിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞു. പിന്നെ ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്കും മെയ്ക്ക് ഇൻ ഇന്ത്യയിൽ മറ്റേ വട തരും എന്നൊക്കെ പറഞ്ഞ് ചില വൃത്തികെട്ട ആംഗ്യങ്ങളൊക്കെ കാണിച്ചിട്ട് ആണ് പുള്ളി ഈ പാട്ട് പാടിയിരിക്കുന്നത്. അവിടെയൊക്കെ എനിക്ക് വളരെ ഈ കോൺക്രീറ്റ് എന്തിനാണ് ബിൽഡിങ് എന്ന് ചോദിക്കുന്ന ഹിപ്പോക്രസി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ പറഞ്ഞില്ലേ മ്യൂസിക് അക്കാഡമി ബ്രാഹ്മണ മേധാവിത്വമുള്ള സ്ഥലമാണ് അവിടുത്തെ എന്ന് പറഞ്ഞ് പുള്ളി പാടുന്നില്ല എന്ന് തീരുമാനിച്ച് അതിനോടുള്ള എതിർപ്പ് കൊണ്ടാണ്. അപ്പം പുള്ളി ചെയ്യേണ്ടത് ആ പാട്ട് വേണ്ടാന്ന് വയ്ക്കുക. അത് പുള്ളി ചെയ്യുന്നില്ല. പിന്നെ ഈ വാക്കുകളുടെ ആവശ്യമില്ല എന്നാണെന്നുണ്ടെങ്കിൽ പുള്ളി എഴുതിപ്പിച്ച് വാക്കുകളില്ലാതെ പുള്ളി രാഗവിസ്താരം മാത്രം നടത്തട്ടെ, അത് ചെയ്യുന്നില്ല. അപ്പോൾ അതും ഒരു ഹിപ്പോക്രസി ആയിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ 2017 ഈ പുറംപോക്ക് എന്ന് പറഞ്ഞ പാടൽ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മോദിയെ കുറ്റം പറയുക. പിന്നെ ഇവരുടെ തന്നെ ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകൾ ചെന്ന് ചേർന്ന് അതിന് നൃത്താവിഷ്കാരം കൊടുക്കുന്നു, സ്റ്റേജിൽ പാടുന്നു, പാടിക്കൊണ്ടിരിക്കുന്നതിനെക്കൂടെ പിള്ളേരെല്ലാം കൂടെ ഓടിക്കയറി കളിച്ച് നടക്കുന്നു. വളരെ അശോക്, എനിക്ക് ഈ ആർക്കെന്ത് നാടകം വേണമെങ്കിലും കളിക്കാം, കുഴപ്പമൊന്നും അവഗണിച്ചു. ബട്ട് കുറേ പേര് നിരന്തരമായിട്ട് ഇൻസൾട്ട് ചെയ്യുക, അതിൽ പ്രധാനമായിട്ടും രാമനെ ഇൻസൾട്ട് ചെയ്യുക. ത്യാഗരാജൻ്റെ സകല പാട്ടിലും ത്യാഗരാജൻ്റെ പേരുമുണ്ട്, ഏകദേശം എല്ലാ പാട്ടിലും രാമനാണ് പുള്ളിയുടെ ഡേറ്റ് വെച്ചിട്ടാണ്. അതുപോലെ ഇതിനൊന്നും ആധ്യാത്മികതയിൽ ഈ നാദ തനുമനുഷ്യം എന്ന് പറഞ്ഞൊരു കീർത്തനമുണ്ട്. ശിവനെയാണ്, നാദത്തിൻ്റെ ആൾരൂപമാണ്, നാദം ഉടലെടുത്തവനാണ് ശിവൻ. ഇത് ത്യാഗരാജൻ തന്നെ എഴുതിയതാണ്. അപ്പം നാദരൂപനാണ് ശിവൻ, ശിവനിൽ നിന്നാണ് നാദം ഉത്ഭവിച്ചത്. നാദം ആണല്ലോ പിന്നീട് സംഗീതമായിട്ട് മാറും. ഇതിനെയൊക്കെ ഇതിൽ നിന്ന് എടുത്തു മാറ്റുന്നത് എങ്ങനെയാണ്? എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ജീവൻ പോകും, സംസ്കാരം പോകും. പക്ഷേ ടി എം കൃഷ്ണൻ അതൊരു ക്യാമ്പയിൻ പോലെ നടത്തിയിട്ട് അതിന് പുറത്തുനിന്നുള്ള എന്തൊക്കെയോ സഹായവും സംഗതിയും ഉണ്ട്. അല്ലെങ്കിൽ ഇതുപോലത്തെ ആശയങ്ങളൊക്കെ ഒരു 15 ദിവസത്തെ മാർക്കറ്റേ ഉണ്ടാകാറുള്ളൂ. അത് കഴിയുമ്പോൾ അതിന് താൽക്കാലികമായൊരു ഈ വി ഡി രാജപ്പൻ്റെ പാരഡി കേൾക്കുമ്പോൾ ഒരു സന്തോഷം, നമുക്ക് ഒരു ചിരി. പുറംപോക്ക് പാട്ട് 2017 വന്നിട്ട് ഇതിന് മാത്രം ഇവിടെ വല്ല ചർച്ചയാകുമോ വല്ലതും ചെയ്തോ? ഒന്നുമില്ല. ഇദ്ദേഹം കുറേയധികം ബഹളം നടത്തുന്നുള്ളേ ഉള്ളൂ, അല്ലാണ്ട് വേറെ. പിന്നെ അതിന് എനിക്ക് തോന്നുന്ന ഈ ഇന്ത്യയുടെ വളർച്ചയ്ക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ട്. അവരാണ് എന്ന് തോന്നുന്നു ഈ അവാർഡുകൾ കൊടുക്കുക, എന്നിട്ട് അവരെ കൊണ്ട് ചില താമസിയാതെ അശോക് നോക്കിക്കോളൂ, ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ സംഭവിക്കും, ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കർണാടക സംഗീതത്തിന് ഇത് സംഭവിച്ചെങ്കിൽ അവിടെ വലിയ താമസമില്ല. അത് അവിടെ ആരെങ്കിലും ഈ യൂസ്ഫുൾ ഇഡിയറ്റ് എന്ന് പറഞ്ഞ് പെട്ട ആൾക്കാരുണ്ട്, കിട്ടും. ഇതുപോലെ ഉപയോഗിക്കാവുന്ന ഒരു പൊട്ടനെ അവിടെ കിട്ടും അവർക്ക്. സാറേ, അത് എനിക്ക് തോന്നുന്നത് ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ അവാർഡെന്ന് പറയുന്നത് കുറേ കാലം മുമ്പ് വരെ, ഇപ്പം എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല, ഭാരതീയ ജ്ഞാനപീഠ അവാർഡെന്ന് പറയുന്നത്. ജ്ഞാനപീഠ എത്ര 1 ലക്ഷം രൂപേൻ്റെ ഉണ്ടായിരുന്നുള്ളൂ.
അന്ന് എനിക്ക് ഓർമ്മയില്ല. അത്രയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം എൻ്റെ എമൗണ്ട് കൂട്ടുകയാണ് ചെയ്തിട്ടുണ്ട്. എന്നാലും ലക്ഷങ്ങളിൽ ഒതുങ്ങുന്നൊരു സാധനം. അപ്പോൾ ഒരു ആൾക്ക് 4 കോടി രൂപയുടെ അല്ല 50,000 പൗണ്ടിൻ്റെ, ബ്രിട്ടീഷ് പൗണ്ടിൻ്റെ ഒക്കെ ഒരു അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട അല്ല സാധാരണക്കാരനായിട്ടുള്ള ഇന്ത്യക്കാരന് 10,000 രൂപയും പ്രശസ്തി പത്രവും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും എന്ന് പറഞ്ഞിട്ടുള്ള അവാർഡുകളാണ് നമ്മളിവിടെ കേട്ടിരിക്കുന്നത്. അത് കേട്ട് വിരളുന്ന സാധാരണ ഇന്ത്യൻ പൗരനല്ല, കേരള മലയാളിക്ക് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ആൾക്കാർക്ക് ഞാനിവിടെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. അവിടെയാണ് ഈ 50,000 പൗണ്ടിൻ്റെ അവാർഡ് കിട്ടിയെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കിട്ടുന്ന ആളങ്ങോട്ട് ഉയരുവാണ്. പിന്നെ ഇവൻ പറയുന്നതൊക്കെ വേദവാക്യമാകും എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ സമൂഹത്തെ മാറ്റിയെടുക്കുന്നു. അങ്ങനെ അയാളെ കൊണ്ട് ഇപ്പം പേരെടുത്ത് പറയുന്നത് ശരിയാണോ എന്നറിയില്ല, ഇപ്പം അത് കുറച്ച് കാലഹരണപ്പെട്ടിരിക്കുകയാണ്. അരുന്ധതി റോയ്ക്ക് കിട്ടിയ ഒരു അവാർഡ് അവർ ഒരു വരി പോലും അതിനു മുമ്പ് എഴുതി പബ്ലിഷ് ചെയ്തതായിട്ട് ഒരിടത്തും എനിക്കറിവില്ല. ഈ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് വരുന്നതിന് മുമ്പായിട്ട് ഒരു MP നാരായണപിള്ളയൊക്കെ പറഞ്ഞിട്ടുണ്ട്. MT വാസുദേവൻ നായർ ഒരു സാധനം എഴുതിക്കൊണ്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എഴുതിയിട്ട് ഏതെങ്കിലും പബ്ലിഷിംഗ് കമ്പനിക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ MT എന്നുള്ള പേരില്ല എന്നുണ്ടെങ്കിൽ ഒരു വായിച്ചു നോക്കിയിട്ട് മറുപടി പോലും അയക്കുകയില്ല. അതിന് മാത്രം ഇതാ നമ്മുടെ മുട്ടത്തുവർക്കിയേക്കാൾ ശകല മുകളിൽ MT വാസുദേവൻ നായർക്കാലും ഒത്തിരി താഴെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നാരായണപിള്ള അരുന്ധതി റോയുടെ ബുക്കിനെ കുറിച്ച് പറഞ്ഞ്. അതിന് ഈ 4 കോടി രൂപ അത്രയാണ്ടാണ്. അസൂയല്ല ഇനി പറയുന്ന ദേഷ്യം, ഇതൊന്നുമല്ല, കൊതിക്കറവൊന്നുമല്ല. 4 കോടി രൂപയുടെ ഒരു അവാർഡ് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ത്യയിൽ ലോകത്ത് മുഴുവൻ ഒരു വലിയ ബുദ്ധിജീവിയാകുകയും എന്തും പറയാമെന്നും അത് പലരും കയറി അവാർഡ് കിട്ടിയ പാർട്ടിയില്ല, 4 കോടി രൂപ അവാർഡ് കിട്ടിയ ആളല്ലേ എന്ന് പറയുന്ന പോലത്തെ ചില അവാർഡുകൾ കൊടുത്ത് ഇവരെ കുരുക്കിയിട്ടിട്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. സത്യമാണത്, സത്യം തന്നെയാണ്. അവർ പിന്നെ എന്തും മാക്സസെ അവാർഡ് കിട്ടിയവരുടെ, പുലിറ്റ്സർ സമ്മാനം കിട്ടിയവരുടെയൊക്കെ പെരുമാറ്റം നോക്കിക്കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും. ഏതായാലും ഒരു കാര്യം, ചിത്രകാരനാണ് B. അശോക് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു പാട്ടുകാരനാണെന്നും സംഗീതത്തിൽ ജ്ഞാനമുണ്ടെന്നും, വെറും പാട്ടുകാരനല്ല, പാട്ട് പാടുന്ന ഒരുപാട് പേരുണ്ടാവും, സംഗീതജ്ഞാനമുള്ളൊരു ഗായകനാണെന്നും ഇന്ന് എല്ലാവരും അറിഞ്ഞു. അതിൽ വലിയ നന്ദി, സന്തോഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.